ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയിൻ സർവേയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കിപ്പോൾ ഈ ജൂലൈയിൽ ഓവർസീസ് ഗ്രേഡ് 2 എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക. വേക്കൻസി ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പേർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ മാസം തന്നെ ജൂലൈയിൽ തന്നെ AEയുടെ എക്സാം നടന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മന്തിൽ ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാം നടന്നു. സോ ഒരു ഹയർ ക്വാളിഫിക്കേഷനുള്ളവരാണെങ്കിൽ ഭൂരിഭാഗം പേരും അത്യാവശ്യം മാർക്കുള്ളവരാണെങ്കിൽ ആ ഒരു എക്സാമിലോട്ടൊക്കെ കയറി പോകും. അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിലും ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറായിട്ടും കയറി പോകും. സോ ബാക്കി വരുന്ന എക്സാമുകളിൽ, അതായത് ഓവർസിയർ ഗ്രേഡ് 2 ആയാലും ഗ്രേഡ് 3 ആയാലും അവർക്ക് ഈ വരുന്ന എക്സാമുകളിൽ ഈ ജൂലൈയിൽ നടക്കുന്ന ഗ്രേഡ് 2 ആയാലും അതുപോലെ തന്നെ സെപ്റ്റംബറിൽ നടക്കുന്ന ഗ്രേഡ് 3 എക്സാമിനായാലും ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ സർവേയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ 20 meter ടേപ്പ് ഈസ് ഫൗണ്ട് ടു ബി 0.1 meter ഷോർട്ട് ത്രൂ ഔട്ട് മെഷർമെൻറ്റ്. If the distance measured is recorded as 200 meter, what will be the actual distance measured? ഓക്കെ, അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. 20 മീറ്റർ ടേപ്പാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചെയിൻ ടു ഷോർട്ടാണ്. ഓക്കെ, ചെയിൻ ടു ഷോർട്ടാണ് പറയുന്നത്. അതായത് ടേപ്പിൻ്റെ ലെങ്ത് കുറവാണ്, ഷോർട്ട് എന്നാണ് പറയുന്നത്. അതെത്രയാണ്? 0.1 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ദെൻ ആ ടേപ്പ് വെച്ച് മെഷർ ചെയ്ത അളവ് എത്രയാണ്? 200 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ, ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫോർമുലയൊക്കെ അറിയുന്നവരാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ C 199 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ഏത് ഫോർമുലയാണ് ചെയ്യുന്നത്? L' = സ്മോൾ l' ഇൻറ്റു ക്യാപിറ്റൽ L' ആണല്ലേ. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതായത് സ്മോൾ l' എന്ന് പറയുന്നത് 200 മീറ്റർ ആണല്ലേ. സോ 200 മീറ്റർ എഴുതുന്നു. 200 മീറ്റർ ഇൻറ്റു ക്യാപിറ്റൽ L' ഏതാണ്? ക്യാപിറ്റൽ L' നമ്മൾ ടേപ്പിൻ്റെ ലെങ്താണ് എടുക്കുന്നത്. സോ ഇവിടെ 2 ഷോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 20 - 0.1 എന്നെടുക്കണം. ഓക്കെ, എത്രയാണടാ? 20 - 0.1 ആണ് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ചെയിൻ ടു ഷോർട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ആ മൈനസ് ചെയ്യുന്നത്. ചെയിൻ ടു ലോങ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ 20നോട് 0.1 കൂട്ടണമായിരുന്നു. ഓക്കെ, സോ ഇവിടെ 20 0.1 കുറയ്ക്കുമ്പോൾ 19.9 എന്ന് വരും. സോ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുലയിൽ ഈ ഒരു എല്ലുകൾ, അതായത് സ്മോൾ എല്ലും ക്യാപിറ്റൽ എല്ലും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ ഒരു ഭാഗത്തുള്ളത്, അതായത് ഈ ഒരു ഭാഗത്തുള്ളത് ക്യാപിറ്റൽ L ആണല്ലേ. ആ ക്യാപിറ്റൽ L വരുന്നത് ചെയിനിൻ്റെ ലെങ്താണ്. ഓക്കെ, ക്യാപിറ്റൽ L വരുന്നത് ചെയിനിൻ്റെ ലെങ്താണ് വരുന്നത്. ഓക്കെ, അത് രണ്ടും ചെയിനിൻ്റെ ലെങ്താണ്. സോ സ്മോൾ l' നമുക്കറിയാൻ പറ്റും ഏതാണ്? നമ്മൾ മെഷർ ചെയ്ത ലെങ്താണ്. ഓക്കെ, മെഷർ ചെയ്ത ലെങ്താണ് സ്മോൾ l'. ക്യാപിറ്റൽ L വരുന്ന രണ്ടും ചെയിനിൻ്റെ ലെങ്താണ്. അതിൽ ക്യാപിറ്റൽ L' വരുന്നത് ഏതാണ്? ആ ഇറർ സംഭവിച്ച ചെയിനിൻ്റെ ലെങ്താണ് ടാപ്പിൻ്റെ ലെങ്താണ് വരുന്നത്. ക്യാപിറ്റൽ L ആണെങ്കിൽ ആ ചെയിൻ അല്ലെങ്കിൽ ആ ടാപ്പിൻ്റെ ആക്ച്വൽ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോഴാ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ചെയിൻ അല്ലെങ്കിൽ ടാപ്പിൻ്റെ ലെങ്താണ്. അതിൽ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്തും ക്യാപിറ്റൽ L' എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ആ ഇലോങ്ങേഷൻ ഇറർ സംഭവിച്ചതിന് ശേഷമുള്ള ആ ഒരു ലെങ്താണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ചെയ്യുമ്പോൾ 199 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ C 199 മീറ്റർ ആണ് ആൻസർ. ഓക്കെ, ഈ ഒരു ഫോർമുല കിട്ടിയ എളുപ്പമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: How the chain is adjusted if the chain is found to increase in length than the standard length? അപ്പം സ്റ്റാൻഡേർഡ് ലെങ്തിനേക്കാളും അതിൻ്റെ ചെയിനിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A വരുന്നത് ബൈ ലെങ്തനിങ് ദ ലിങ്ക് അറ്റ് ഹാൻഡിൽ, ബൈ ഇൻസേർട്ടിങ് ദ ന്യൂ റിങ്സ് ആർ റിക്വയർഡ്, ബൈ റിമൂവിങ് സം ഓഫ് ദ റിങ്,
ബൈ സ്ട്രൈറ്റനിങ് ദ ബെൻഡ് ഓഫ് ലിങ്ക്. ഓക്കെ, ഏതാണ് ആൻസർ? സ്റ്റാൻഡേർഡ് ലെങ്തിനേക്കാളും ചെയിൻ്റെ ലെങ്ത് കൂടിയാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബൈ റിമൂവിങ് സം ഓഫ് ദ റിങ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം എന്താണ്, അവിടെ നമുക്ക് ചെയിൻ്റെ ലെങ്ത് കൂടുതലാണെന്ന് അറിയാം. സോ കുറച്ച് റിങ്ങിനെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഷറിംഗ് വിത്ത് എ 30 meter ചെയിൻ 0.01 meter ടു ഷോർട്ട് ഇൻട്രഡ്യൂസസ്. ഓക്കെ, ഇവിടെ 30 meter ചെയിൻ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 0.01 meter ഷോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് ഇറർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് പോസിറ്റീവ് ക്യുമുലേറ്റീവ് ഇറർ, ഓപ്ഷൻ ബി നെഗറ്റീവ് ക്യുമുലേറ്റീവ് ഇറർ, ഓപ്ഷൻ സി പോസിറ്റീവ് കോമ്പൻസേറ്റിംഗ് ഇറർ, ഓപ്ഷൻ ഡി നെഗറ്റീവ് കോമ്പൻസേറ്റിംഗ് ഇറർ. ഓക്കെ, ഇവിടെ ഏതാണ്ട് ചെയിൻ ടു ഷോർട്ടാണ് പറയുന്നത്. ചെയിൻ ടു ഷോർട്ട് ആയതുകൊണ്ട് ഇറർ കറക്ഷൻ എങ്ങനെയാണ്? കറക്ഷൻ നെഗറ്റീവാണ് അല്ലേ? കറക്ഷൻ നെഗറ്റീവാണ്, ഇറർ പോസിറ്റീവാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പോസിറ്റീവ് ക്യുമുലേറ്റീവ് ഇറർ ആണ് വരുന്നത്. ഓക്കെ, പോസിറ്റീവ് ക്യുമുലേറ്റീവ് ഇറർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ ഈസ് കാൾഡ്. ഏതാണ് പ്രൈമറി? ഇഫ് 3 consecutive ordinates are taken at 2 meter intervals from the traverse line and measured as 1.8 meter, 2.5 meter and 2 meter, then the area between the traverse line, the first and the last ordinate and the boundary by the trapezoidal rule. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ട്രപ്പിസോയിഡൽ റൂൾ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ട്രപ്പിസോയിഡൽ റൂള് എന്താണ്? ട്രപ്പിസോയിഡൽ റൂൾ നമുക്ക് ഏതാണ്? ഫോർമുല എന്താണ്? ട്രപ്പിസോയിഡൽ റൂളിൻ്റെ ഫോർമുല എന്താണ്? നമുക്കറിയാം d/2. ഓക്കെ, d/2 ഇൻറ്റു ഓർഡിനേറ്റ് 1 O1 പ്ലസ് ON ഇൻറ്റു പ്ലസ് ആണ് കേട്ടോ, പ്ലസ് 2 ഇൻറ്റു O2 പ്ലസ് O3 പ്ലസ് എക്സെട്ര പ്ലസ് ON മൈനസ് 1. ഇതാണ് ഫോർമുല. ഓക്കെ, ഞാൻ ഫോർമുല ഒന്നുകൂടെ എഴുതാം. ഓക്കെ, ഫോർമുല എഴുതാറാ. d/2 ഇൻറ്റു O1 പ്ലസ് ON പ്ലസ് 2 ഇൻറ്റു O2 പ്ലസ് O3 എക്സെട്ര പ്ലസ് ON മൈനസ് 1 ആണല്ലേ? ON മൈനസ് 1 ആണ്. ഇവിടെ നമുക്കറിയാം O1 എന്ന് പറയുന്നത് ഏതാണ്? 1.8 ആണ്. ON എന്ന് പറയുന്നത് ഏതാണ്? ON എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഓർഡിനേറ്റ് ആണ്. സോ ഇവിടെ ഏത് വരും? 2 വരും. ഓക്കെ, സോ നമുക്ക് എഴുതാം ഡി എന്ന് പറയുന്നത് എത്രയാണ്? ഡി എന്ന് ഇൻ്റർവൽ ഇവിടെ തന്നിട്ടുണ്ട്, 2 മീറ്റർ ആണ്. സോ ഇങ്ങനെ വരും 2/2 ഇൻറ്റു O1 എന്ന് പറയുന്നത് 1.8 ആണ്, പ്ലസ് O2 ഏതാണ്ട് ON എന്ന് പറയുന്നത് ഏതാണ്? 2 മീറ്റർ ആണ്. ഓക്കെ, ഇങ്ങനെ വരും. ദെൻ ബാക്കി പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു ബാക്കിയുള്ള വാല്യൂ 2.5 മാത്രമേ ഉള്ളൂ. സോ 2.5. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടൂടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി 8.8 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഏതാണ്? 8.8 മീറ്റർ സ്ക്വയർ ആണ്. ഇത് നിങ്ങൾക്ക് ആ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ, ഫോർമുല കാണാതെ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ എ വരുന്നത് ഡബിൾ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി റിഫ്രാക്ഷൻ, ഡബിൾ റിഫ്ലക്ഷൻ. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡബിൾ റിഫ്ലക്ഷൻ. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒപ്റ്റിക്കൽ സ്ക്വയറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ഡബിൾ റിഫ്ലക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി ദ ലിമിറ്റ് ഓഫ് ഓവറാൾ ലെങ്ത് ഓഫ് 30 മീറ്റർ ചെയിൻ? 30 മീറ്റർ ചെയിൻ്റെ ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ വരുന്നത് ±5 mm, ഓപ്ഷൻ ബി ±8 mm, ഓപ്ഷൻ സി ±4 mm, ഓപ്ഷൻ ഡി ±6 mm. ഓക്കെ, ഇതിലേതാണ് ആൻസർ? 30 മീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ±8 mm ആണ് ആൻസർ. ഓക്കെ, അവിടെ പെർമിസിബിൾ ഇററിൻ്റെ കാര്യമല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ 5 മീറ്ററും 10 മീറ്ററും ആണെങ്കിൽ ഏതാണ്? ±3 മീറ്റർ ആണ്. ഓക്കെ, പെർമിസിബിൾ ഇറർ ഏതാണ്? നമ്മുടെ 5 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ ചെയിൻ ആണെങ്കിൽ ±3 mm ആണ്.
20 മീറ്റർ ആണെങ്കിൽ എത്രയാണടാ? ±5 mm ആണ്. 30 മീറ്റർ ആണെങ്കിൽ ±8 mm ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് ചെയിൻ, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ചെയിനിന് കറക്റ്റായ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ വരുന്നത് ലിങ്ക്സ് ആർ മെയ്ഡ് അപ്പ് വിത്ത് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm ഡയാ. ഹാൻഡിൽസ് ആർ പ്രൊവൈഡ് അറ്റ് ദ എൻഡ് വിത്ത് സ്വിവൽ ജോയിൻറ്റ്. ലിങ്ക്സ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് 3 സർക്കുലർ റിങ്. നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ഫ്ലെക്സിബിലിറ്റി ഓഫ് ചെയിനിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ലിങ്ക്സ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് 3 സർക്കുലർ റിങ്. നമുക്കറിയാമല്ലോ അതിലുള്ള ലിങ്ക്സ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 3 സർക്കുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് റിങ് വെച്ചിട്ടാണ് ഓരോ ലിങ്കിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ ചെയിൻ അത്രയും ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ് വെൻ. ലൈൻ റേഞ്ചർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ദ ലൈൻ ഈസ് ഷോർട്ട്. ഓപ്ഷൻ ബി ദ എൻഡ് ഓഫ് ലൈൻ ആർ നോട്ട് ഇൻ്റർവിസിബിൾ. ഓപ്ഷൻ സി ദയർ ഈസ് ഒബ്സ്ട്രക്ഷൻ. ഓപ്ഷൻ ഡി ദ ലൈൻ ഈസ് ടു ലോങ്. എവിടെയാണ് നമ്മൾ ലൈൻ റേഞ്ചർ യൂസ് ചെയ്യുന്നത്? എവിടെയാണ് ഓപ്ഷൻ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ദ ലൈൻ ഈസ് ടു ലോങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇൻ ചെയിൻ സർവേയിങ് ഈസ് ടേക്കൺ വിത്ത്. ഓക്കെ, ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇൻ ചെയിൻ സർവേയിങ് ടേക്കൺ. ചെയിൻ സർവേയിൽ നമ്മൾ ആ ഒരു സ്ലോപ്പിംഗ് ആംഗിൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് ക്ലിനോമീറ്റർ, അബിണി ലെവൽ, തിയോഡലൈറ്റ്, ആൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാം വെച്ചിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എല്ലാം വെച്ചിട്ട് നമുക്ക് ആംഗിൾ എടുക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് സർവേഴ്സ് ചെയിൻ. ഓക്കെ, സർവേഴ്സ് ചെയിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്രയാണ് ഓപ്ഷൻ വരുന്നത്? 11 യാർഡ്, 22 യാർഡ്, 33 യാർഡ്, 50 യാർഡ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 22 യാർഡാണ്. ഓക്കെ, 22 യാർഡാണ് ആൻസറായിട്ട് വരുന്നത്. നമ്മുടെ സർവേസ് ചെയിനിൻ്റെ ലെങ്ത് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 66 ഫീറ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, 66 ഫീറ്റ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മളിനി ഈ ഒരു യാർഡിനോട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു യാർഡെന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? ഒരു യാർഡെന്ന് പറഞ്ഞാൽ 3 ഫീറ്റ് ആണല്ലേ? ഒരു യാർഡെന്ന് പറഞ്ഞാൽ 3 ഫീറ്റ് ആണ്. സോ 66 ഫീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 22 യാർഡെന്ന് പറയാം. ഓക്കെ, 22 യാർഡാണ് നമ്മുടെ സർവേസ് ചെയിൻ്റെ ലെങ്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിസ്റ്റമാറ്റിക് ഇറർ വിച്ച് പെർസിസ്റ്റ് ആൻഡ് ഹാവ് റെഗുലർ എഫക്റ്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് സർവേ ഓപ്പറേഷൻസ് ആർ ഡ്യൂ ടു. സിസ്റ്റമാറ്റിക് ഇററിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് കെയർലെസ്നെസ്. ഓപ്ഷൻ ബി ഇനൻഡേഷൻ. ഓപ്ഷൻ സി ഫോൾട്ടി ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ ഡി ലാക്ക് ഓഫ് നോളേജ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ഇററാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്. ഓപ്ഷൻ സി ആണ്, ഫോൾട്ടി ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഫോൾട്ടി ഇൻസ്ട്രുമെൻ്റ് ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിയറി ഓഫ് പ്രോബബിലിറ്റി ഈസ് അപ്ലൈഡ് ടു. തിയറി ഓഫ് പ്രോബബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് ക്യുമുലേറ്റീവ് ഇറർ. ഓപ്ഷൻ ബി ആക്സിഡൻ്റൽ ഇറർ. ഓപ്ഷൻ ബി ബോത്ത് ക്യുമുലേറ്റീവ് ആൻഡ് ആക്സിഡൻ്റൽ ഇറർ. ഓപ്ഷൻ ഡി വരുന്നത് നൺ ഓഫ് ദീസ്. ഇവിടെയാണ് നമ്മൾ തിയറി ഓഫ് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആക്സിഡൻ്റൽ ഇററിലാണ് നമ്മൾ ഈ തിയറി ഓഫ് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് നമുക്ക് ആക്സിഡൻ്റലി സംഭവിക്കുന്ന ഇറർ എവിടെയാണ്? ആക്സിഡൻ്റ് ഇററിലാണ് വരുന്നത്. സോ അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഒബ്സർവ്ഡ് വാല്യൂ ഈസ് കാൾഡ്. ഏതാണ്ടാ? ഡിഫറൻസ് ബിറ്റ്വീൻ മോസ്റ്റ് പ്രോബബിൾ വാല്യൂവും ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഒബ്സർവ്ഡ് വാല്യൂ. മോസ്റ്റ് പ്രോബബിൾ വാല്യൂവും ഒബ്സർവ്ഡ് വാല്യൂവും തമ്മിലുള്ള ഇറർ ഏതെന്നാണ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ് ആൻസർ? ഓപ്ഷൻ വരുന്നത് കണ്ടീഷണൽ ഇറർ പറയുന്നുണ്ട്, ട്രൂ ഇറർ, റെസിഡ്യൂവൽ ഇറർ, സേഫ് ഇറർ. ഓക്കെ, ഏതാണ്ട് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, റെസിഡ്യൂവൽ ഇറർ ആണ്. ഓക്കെ, റെസിഡ്യൂവൽ ഇറർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻ മിറർ ഓഫ് ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയറിലെ മിററിൻ്റെ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ വരുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി.
ഇതിലേതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 45 ഡിഗ്രിയാണ്. ഓക്കെ, 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെയാണ്? ഇൻഡെക്സ് മിററിൻ്റെയും ഹൊറൈസൺ മിററിൻ്റെയും. ഓക്കെ, ഒപ്റ്റിക്കൽ സ്ക്വയറിൽ 2 മിററുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡെക്സ് മിററും അതുപോലെ തന്നെ ഹൊറൈസൺ മിററും. ഇൻഡെക്സ് മിറർ ഫുള്ളി സിൽവേർഡ് ആണോ ഹാഫ് സിൽവേർഡ് ആണോ? ഇൻഡെക്സ് മിറർ ഫുള്ളി സിൽവേർഡ് ആണല്ലേ. അത് ഓർമ്മിക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കോഡ് എന്താണ്? ഓക്കെ, ഇൻഡെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്കും അതിലുള്ള ആ ഒരു ടെസ്റ്റിലുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഒരു ടെസ്റ്റിൻ്റെ ഇൻഡെക്സ് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടെസ്റ്റിലുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. സോ ഇൻഡെക്സ് മിറർ ഫുള്ളി സിൽവേർഡ് ആണ്. ഓക്കെ, ഇൻഡെക്സ് മിറർ ഫുള്ളി സിൽവേർഡ് ആണ്. ദെൻ ഹൊറൈസൺ മിറർ ഹാഫ് സിൽവേർഡ് ആണ്. ഇനി ഒപ്റ്റിക്കൽ സ്ക്വയറിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഡബിൾ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് മിററും ഹൊറൈസൺ മിററും തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഓക്കെ, ഇൻഡെക്സ് സൈറ്റും ഇൻഡെക്സ് മിററും തമ്മിലുള്ള ആംഗിൾ 105 ഡിഗ്രിയാണ്. ഇനി ഹൊറൈസൺ സൈറ്റും ഹൊറൈസൺ മിററും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, അത്രയും പോയിന്റുകൾ അവിടെ ഓർമ്മിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 50 meter tape is held 2.5 meter out of line. What is the true length? ഓക്കെ, 50 മീറ്റർ ടേപ്പ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഔട്ട് ഓഫ് ലൈൻ എത്രയാണ്? 2.5 മീറ്റർ ആണ്. അതിൻ്റെ ട്രൂ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. നമുക്ക് ആൻസർ നോക്കാം. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പം ആൻസർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ അതിൻ്റെ ട്രൂ ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. ട്രൂ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്താണ്? ഫോർമുല ഏതാണ്? C ഈസ് ഈക്വൽ ടു -d²/2l. ഓക്കെ, -d²/2l ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല. ഇവിടെ ഡി എന്ന് പറയുന്നത് എത്രയാണ്? ഡി എന്ന് പറയുന്നത് 2.5 ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ആണ്. സോ 2.5 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 50 മീറ്റർ ടേപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. സോ 2 × 50. ഓക്കെ, 2 × 50. ഇവിടെ 2.5 സ്ക്വയർ ആണ്. ഓക്കെ, 2.5 സ്ക്വയർ ആണ്. 2.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 50. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇവിടെ കിട്ടുന്ന ആൻസറിനോട് കൂടി ആൻസറിൽ നിന്ന് നമ്മൾ 50 മൈനസ്, അതായത് 50ൽ നിന്ന് ഇവിടെ കിട്ടുന്ന ആൻസർ കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അവിടെ കുറയ്ക്കേണ്ടത് എന്തുകൊണ്ടാണ്? കുറയ്ക്കേണ്ട കാര്യം വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കറക്ഷൻ നെഗറ്റീവ് ആണല്ലേ. ഇത് കറക്ഷൻ ഫോർ ബാഡ് റേഞ്ചിങ്ങിൽ വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ കറക്ഷൻ ഫോർ ബാഡ് റേഞ്ചിങ്ങിൽ ഇറർ പോസിറ്റീവ് ആണല്ലേ. ഇറർ പോസിറ്റീവാണ്, കറക്ഷൻ നെഗറ്റീവാണ്. ഓക്കെ, ഇറർ പോസിറ്റീവാണ്, അത് കറക്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇറർ പോസിറ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ കറക്ഷൻ ഫോർ സാഗിലും ഇറർ എത്രയാണ്? കറക്ഷൻ ഫോർ സാഗിലും ഇറർ പോസിറ്റീവാണ്, കറക്ഷൻ നെഗറ്റീവാണ്. ഓക്കെ, കറക്ഷൻ ഫോർ സാഗിലായാലും കറക്ഷൻ ഫോർ ബാഡ് റേഞ്ചിങ്ങിലായാലും ഇറർ പോസിറ്റീവാണല്ലേ. ഇറർ പോസിറ്റീവാണ്. ദെൻ കറക്ഷൻ എന്താണ്? കറക്ഷൻ നെഗറ്റീവാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണം? കറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് 50 മീറ്ററിൽ നിന്ന് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2.5 സ്ക്വയർ ബൈ 2 × 50 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 0.0625 എന്ന് കിട്ടും. 0.0625 എന്ന് കിട്ടും. ഓക്കെ, 0.0625 എന്ന് കിട്ടും. സോ ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 50 മീറ്റർ ആണ്. ഇവിടെ നെഗറ്റീവ് മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കറക്ഷൻ ഫോർ ബാഡ് റേഞ്ചിങ്ങിൽ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ 50ൽ നിന്ന് ഈ ഒരു വാല്യൂ കുറയ്ക്കണം. 50ൽ നിന്ന് ആ ഒരു വാല്യൂ കുറയ്ക്കുമ്പോൾ നമുക്ക് 49.937 സംതിങ് എന്ന് കിട്ടും. 49.937 സംതിങ് എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു 49.937 സംതിങ് ആണ് കിട്ടുന്നത്. സോ അതിനോട് റിലേറ്റ് ചെയ്ത ഓപ്ഷൻസ് സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്ഷനും ഇററും അതിൻ്റെ
ചിഹ്നങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കറക്ഷൻ ഫോർ സാഗ് ആയാലും കറക്ഷൻ ഫോർ ബാഡ് അറേഞ്ചിങ് ആയാലും സെയിം ആണ്. അതിന് രണ്ടിൻ്റെയും ഇറർ പോസിറ്റീവാണ്, കറക്ഷൻ നെഗറ്റീവാണ്. ഓക്കെ, ഇത് രണ്ടും PSC കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, 49.94 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ ലയൺ മെഷേർഡ് ബൈ എ 30 മീറ്റർ ചെയിൻ was found to be 504.4 meter. It was afterwards found that the chain was 0.05 meter too long. Then the true length of the line. ഓക്കെ, ഇതും നമ്മൾ ഏത് ഫോർമുല വെച്ചാണ് ചെയ്യേണ്ടത്? L is equal to L dash. ഓക്കെ, ഇത് L dash ആണ്. L dash ഇൻറ്റു ക്യാപിറ്റൽ L dash ബൈ ക്യാപിറ്റൽ L. ഓക്കെ, ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഫോർമുലയിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുത്താൽ കിട്ടും. അതെങ്ങനെയാണ്? ലെങ്ത് ഓഫ് ദ ചെയിൻ ലയൺ മെഷേർഡ് ബൈ 30 മീറ്റർ ചെയിൻ ആണ്. 30 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ L ആണ്. സോ 30 മീറ്റർ ഡിനോമിനേറ്ററിൽ വരുന്നു. ദെൻ വാസ് ഫൗണ്ട് ടു ബി 504.4 504.4 മീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. It was afterwards found that chain was 0.05 meter too long ആണ്. സോ എന്ത് ചെയ്യണം? 30 പ്ലസ് 0.05 എന്ന് വരും. ഓക്കെ, ടു ലോങ് ആണ്. ലോങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ആഡ് ചെയ്യണം. അവിടെ കറക്ഷൻ വരുന്നത് ഏതാണ്? ചെയിൻ ടു ലോങ് കണ്ടീഷനിൽ അവിടെ പോസിറ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? ചെയിൻ ടു ലോങ് കണ്ടീഷനിൽ കറക്ഷൻ പോസിറ്റീവ് ആണല്ലേ. ചെയിൻ ടു ലോങ് കണ്ടീഷൻ, അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് ആഫ്റ്റർവേർഡ്സ് ഫൗണ്ട് ദാറ്റ് ചെയിൻ വാസ് 0.05 മീറ്റർ ലോങ്. ഓക്കെ, ചെയിൻ വാസ് 0.05 മീറ്റർ ലോങ് എന്നാണ് പറയുന്നത്. സോ ചെയിൻ അവിടെ ഇലോങ്ങേറ്റഡ് കണ്ടീഷനാണ്. അവിടെ കറക്ഷൻ എന്താണ്? പോസിറ്റീവാണ്. കറക്ഷൻ പോസിറ്റീവാണ്. സോ 30 പ്ലസ് 0.05 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 504.4 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 505.24 ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? ഫാൾസ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ വരുന്നത് കറക്ഷൻ ഫോർ സാഗ് ഈസ് ആൾവേസ് നെഗറ്റീവ്. അത് കറക്റ്റ് ആണോ റോങ് ആണോ? ആ ഓപ്ഷൻ കറക്റ്റ് ആണല്ലേ. കറക്ഷൻ ഫോർ സാഗ്, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, കറക്ഷൻ ഫോർ സാഗ് ആൾവേസ് നെഗറ്റീവാണ്. കറക്ഷൻ ഫോർ സാഗ് ഓൾവേസ് നെഗറ്റീവാണ്. ഇറർ അവിടെ പോസിറ്റീവാണല്ലേ. ഇറർ അവിടെ പോസിറ്റീവാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കറക്ഷൻ ഫോർ സ്ലോപ്പ് ഈസ് ആൾവേസ് നെഗറ്റീവ്. കറക്ഷൻ ഫോർ സ്ലോപ്പ് ആണെങ്കിലോടാ, കറക്ഷൻ ഫോർ സ്ലോപ്പും ആൾവേസ് നെഗറ്റീവാണ്. അതും ശരിയാണ്. കറക്ഷൻ ഫോർ പുൾ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കറക്ഷൻ ഫോർ പുള്ള് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് ഏത് കണ്ടീഷനിലാണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് പുള്ള് ചെറുതായാൽ അവിടെ ഏതാണ്? കറക്ഷൻ പോസിറ്റീവാണ്, ഇറർ നെഗറ്റീവ് ആകും. സ്റ്റാൻഡേർഡ് പുള്ള് വലുതായാൽ ഇറർ പോസിറ്റീവും കറക്ഷൻ നെഗറ്റീവ് ആകും. ഓക്കെ, അവിടെ ആ പോയിന്റ് ഓർമ്മിക്കണം. സ്റ്റാൻഡേർഡ് പുള്ള് ചെറുതായാൽ ഇറർ നെഗറ്റീവാണ്, കറക്ഷൻ പോസിറ്റീവാണ്. സ്റ്റാൻഡേർഡ് പുള്ള് വലുതായാൽ ഇറർ പോസിറ്റീവാണ്, കറക്ഷൻ നെഗറ്റീവാണ്. സോ ആ സി സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതാണ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഈസ് പോസിറ്റീവ് ഇഫ് ദ ടെമ്പറേച്ചർ ഡ്യൂറിങ് മെഷർമെൻറ്റ് ഈസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് വരുന്നത്? ടെമ്പറേച്ചറിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ചെറുതായാൽ ഇറർ നെഗറ്റീവും കറക്ഷൻ പോസിറ്റീവാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ചെറുതായാൽ കറക്ഷൻ പോസിറ്റീവും ഇറർ നെഗറ്റീവുമാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ വലുതായാലാണ് ഇറർ പോസിറ്റീവും കറക്ഷൻ നെഗറ്റീവും വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ മെഷറിംഗ് ടേപ്പ് ഈസ് ടു ലോങ് ആസ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് ലെങ്ത് ദ ഇറർ വിൽ ബി. ഏതാണടാ? മെഷറിംഗ് ടേപ്പ് ഈസ് ടു ലോങ് ആണ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് ലെങ്ത്. ഏതാണ് ആൻസർ? ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇൻസ്ട്രുമെൻ്റൽ ഇറർ ആണ്. ഓക്കെ, ഇൻസ്ട്രുമെൻ്റൽ ഇറർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് പോയിന്റ് സെലക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ചെയിൻ ലൈൻസ്
ടു കമാൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ സർവേ ലൈൻ ആർ കാൾഡ്. ഏതാണ്? ഇമ്പോർട്ടൻ്റ് പോയിന്റ് സെലക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ചെയിൻ ലൈൻസ് ടു കമാൻഡ് ദ ബൗണ്ടറീസ് ഓഫ് ദ സർവേ ലൈൻ ആർ കാൾഡ്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ടൈ സ്റ്റേഷൻ, സബ്സിഡിയറി സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷൻ, ചെക്ക് സ്റ്റേഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, മെയിൻ സ്റ്റേഷൻ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോർഷനുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ സെയിം സർവേയിൽ ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ പോസ്റ്റായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും കുറേ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ നിമ്മിയിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.